എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എങ്ങനെ പോകുന്നു ഇന്നത്തെ ദിവസം? വീക്കെൻഡായി വല്ലവിധേനം അല്ലേ? ഇന്നത്തെ ദിവസം കൂടി ജോലിക്ക് പോയാൽ ഒരു ദിവസം നമുക്കൊരു ബ്രേക്കാണ് അല്ലേ? ഓക്കെ. അപ്പോൾ ആസ് ഇറ്റ് ഈസ് ഞാൻ ട്യൂസ്ഡേ ലൈവ് വരുന്നതായിട്ട് തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ആദ്യം മെമ്പേഴ്സിന് വേണ്ടിയിട്ടാണ് വരാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. മെമ്പേഴ്സ് ലൈവ് ട്യൂസ്ഡേ. ഓക്കെ. അതിനുശേഷം ഞാൻ സബ്സ്ക്രൈബേഴ്സ് ലൈവ് ഞാൻ പറയാം കേട്ടോ. വേറെ എന്താണ്? അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ. കഴിഞ്ഞ ദിവസം തോട്ട്സും ഫീലിങ്സും നിങ്ങൾ അവരോട് പറയേണ്ട കാര്യങ്ങളും എല്ലാം വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് നമുക്ക് കിട്ടിയത്. നെക്സ്റ്റ് ആക്ഷൻ ഞാൻ ഇന്നലെ നോക്കുന്നില്ല എന്ന് പറഞ്ഞ് വിട്ടിരുന്നു. അപ്പോൾ ഇന്ന് എനിക്ക് തോന്നി നെക്സ്റ്റ് ആക്ഷൻ അത് കെൽറ്റിക് ക്രോസ് വെച്ചിട്ട് നമുക്ക് നോക്കാം. ഓക്കെ. പിന്നെ കാർഡ്സ് ഞാൻ ഈ സൈഡിലേക്ക് വെച്ച് കാണിക്കുന്നതിൻ്റെ ഞാൻ എടുത്ത് നോക്കിയിട്ട് കാണിക്കുന്നതിൻ്റെ കാര്യം എന്താ അറിയോ? ചില പിക്ചേഴ്സ് ഉണ്ട്, ന്യൂഡ് പിക്ചേഴ്സാണ്, ടു ബി വെരി ഫ്രാങ്ക്. ചില പിക്ചേഴ്സ് ഇത് ഒറിജിനൽ ടാരോ ഡെക്കാണ്. ഇത് രണ്ടുമാണ് പതിവായിട്ട് ഉപയോഗിക്കാറുള്ള ഡെക്ക്. നിങ്ങളുടെ അറിവിലേക്കായിട്ട് പറയണം, കംപ്ലയിൻസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് കംഫർട്ടബിൾ ഈ 2 ഡെക്ക് യൂസ് ചെയ്യാനാണ്. മനസ്സിലായില്ലേ? എൻ്റെ കൈക്ക് പരിചയം ഈ 2 ഡെക്കാണ്. അപ്പോൾ ഇതിൽ ചില പിക്ചേഴ്സ് നമ്മൾ നേരിട്ട് കാണിച്ചു കഴിഞ്ഞാൽ അതിന് യൂട്യൂബ് സ്ട്രൈക്ക് വരും. അതുകൊണ്ടാണ് ഞാനൊന്ന് മാറ്റി വെച്ചിട്ട്, അല്ലാതെ കാർഡ്സ് ഞാൻ മാനിപ്പുലേറ്റ് ചെയ്യുന്നതല്ല. ഇതിൽ നെഗറ്റീവ് കാർഡ്സ് വരാറില്ലേ? ഞാൻ പറയാറില്ലേ നെഗറ്റീവ് വരുമ്പോൾ അല്ലേ? ഒരാൾ അഭിപ്രായപ്പെട്ടിരുന്നു, അദ്ദേഹത്തിൻ്റെ സജഷൻ ന്യായമാണ്, അതുകൊണ്ടാണ് അത് എക്സ്പ്ലെയിൻ ചെയ്തതാണ് ഞാൻ. വേറെ പല ഡെക്സ് ഉണ്ട്. ലൈക്ക് ഫോർ എക്സാമ്പിൾ ഞാൻ ഷോർട്സ് എടുക്കാറുള്ള ഡെക്ക് ഉണ്ടല്ലോ, ഇതിൽ ഉള്ള പിക്ചേഴ്സ് നമുക്ക് തുറന്ന് കാണിക്കാൻ പറ്റും. പക്ഷെ എന്താ പറയുക, കാർഡ്സ് കുറച്ച് ചെറുതാണ്. അപ്പം ഞാൻ ക്ലാരിഫൈ ചെയ്യാൻ വേറെ ഡെക്ക് എടുക്കുമ്പോഴത്തേക്ക് ആ കാർഡ് അങ്ങ് മറഞ്ഞു പോകും. അതുമല്ല, എനിക്ക് അത്രയും എൻ്റെ ഈ 2 ഡെക്കാണ് ഞാൻ വർഷങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഡെക്ക്. ഈ ഡെക്കിന് എൻ്റെ മനസ്സിലാവും. അതുകൊണ്ടാണ് ഞാൻ പ്രിഫർ ചെയ്യുന്ന ഈ 2 ഡെക്ക് യൂസ് ചെയ്യാനാണ്. ഓക്കെ. അപ്പം ഇങ്ങനെ കാണിക്കാനേ നിവൃത്തിയുള്ളൂ. ഞാൻ കാർഡ്സ് കാണിക്കാറുണ്ട് എടുത്തതിന് ശേഷം. മറക്കേണ്ട കാർഡ്സ് ആണെങ്കിൽ മറച്ചിട്ട് ഇന്ന കാർഡാണെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ കാണിക്കാറുള്ളത്. ഓക്കെ. അല്ലാതെ ഞാൻ കാർഡ്സ് എടുക്കുമ്പോഴും ഞാൻ നോക്കിയിട്ടല്ല എടുക്കാറ്. കണ്ണടച്ചിട്ടാണ്, ഷഫിൾ ചെയ്തിട്ട് കണ്ണടച്ചിട്ടാണ് കാർഡ്സ് എടുക്കാറ്. കാർഡ്സ് എടുത്തതിന് ശേഷം കണ്ണ് തുറന്ന് നോക്കും ഏതാണ് കാർഡ്. കാണിക്കാവുന്ന കാർഡാണെങ്കിൽ നേരിട്ട് കാണിക്കുക, അല്ലെങ്കിൽ മറച്ചിട്ട് കാണിക്കും. അങ്ങനെയാണ് എൻ്റെ രീതി. അത് ആ രീതി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തവർക്ക് എന്ത് ചെയ്യണമെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. ഓക്കെ. അതേപോലെ ഓർക്കുക, ഇതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്. ഇത് റിപ്പീറ്റഡ് ആയിട്ട് പറയേണ്ട ആവശ്യം, ഇത് പറയാതിരിക്കുന്ന ദിവസം ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് കംപ്ലൈൻറ്റ് പറയും. അതുകൊണ്ടാണ് റിപ്പീറ്റഡ് ആയിട്ട് ഇതെന്നും പറയുന്നത്. ഇത് ജനറൽ റീഡിംഗ് ആണ്. എത്രത്തോളം റെസനേറ്റ് ആകുന്നു അത്രത്തോളം മാത്രം എടുക്കുക, ബാക്കി അങ്ങ് വിട്ട് കളയുക. ഡിസ്ക്ലെയിമർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, പോയി വായിച്ചോളൂ ബാക്കി. ഓക്കെ. നിങ്ങൾക്ക് ഒരു പേഴ്സണൽ റീഡിംഗ് എടുത്താൽ മാത്രമേ നിങ്ങളുടെ യഥാർത്ഥ സിറ്റുവേഷൻ എന്താണെന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ. പേഴ്സണൽ റീഡിങ്ങിൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. 18-ാം തീയതി മുതൽ ഒരാഴ്ച ഞാൻ അവൈലബിൾ അല്ല, ഞാൻ ട്രാവലിംഗ് ആണ്. അതുകൊണ്ട് തന്നെ പേഴ്സണൽ റീഡിംഗ് ഉണ്ടായിരിക്കില്ല. ഓക്കെ. 18-ാം തീയതി മുതൽ കേട്ടോ. ഓക്കെ. അപ്പോൾ തുടങ്ങാം നമുക്ക്. ഡിവൈൻ പ്ലീസ് ഗൈഡ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ എന്താണ് എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട്. എൻ്റെ വ്യൂവേഴ്സും അവരുടെ പേഴ്സണൽ റിലേഷൻഷിപ്പിലാണ്. അവരുടെ എക്സ്പെക്റ്റഡ് നെക്സ്റ്റ് ആക്ഷൻ എന്താണ് എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടി. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ എക്സ്പെക്റ്റഡ് നെക്സ്റ്റ് ആക്ഷൻ എന്താണ് എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് പറയും. നെക്സ്റ്റ് ആക്ഷൻ, തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്നൊക്കെ വരുന്നവിടെ നെഗറ്റീവ് റീഡിംഗ് വരാൻ ഒരുപാട് ചാൻസസ് ഉണ്ട്. അത് കാണാൻ ധൈര്യമുണ്ട്, അത് അക്സെപ്റ്റ് ചെയ്യാൻ ധൈര്യമുണ്ട് എന്ന് ഉള്ളവർ മാത്രം റീഡിംഗ് കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ. നെഗറ്റീവ് കാണാൻ ഒട്ടും താല്പര്യമില്ല, അത് കേൾക്കുമ്പോഴേക്കും നെർവസ് ആവും, പേടിയാവും, ഉറക്കം നഷ്ടപ്പെടും എന്നൊക്കെ ഉള്ളവർ കാണാതിരിക്കുക കേട്ടോ. ഒരേ ഒരു ഷഫിള് കൂടെ. വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ എന്തായിരിക്കും എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട്. ആദ്യം വരുന്ന കറണ്ട് സിറ്റുവേഷൻ ആയിരിക്കും കേട്ടോ. അതിനുശേഷമായിരിക്കും നമുക്ക് ഇത് ക്ലാരിഫൈ ചെയ്യുമ്പോഴേ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയുള്ളൂ. കെൽറ്റിക് ക്രോസ് ആണ് ചെയ്യാൻ പോകുന്നത്. സ്ട്രെങ്ത് കാണിക്കാവുന്ന കാർഡ്സ് നേരിട്ട് കാണിക്കുന്ന സൈഡിൽ വെച്ചിട്ട് എനിക്ക് എടുക്കാൻ നിവൃത്തിയുള്ളൂ കേട്ടോ. കാരണം എനിക്ക് ഈ ഡെക്ക് യൂസ് ചെയ്യാനാണ് ഇഷ്ടം. ഹൈ പ്രീസ്റ്റസ്, 2 of Pentacles,
10 of cups. Okay. 3 of cups. 8 of pentacles. സ്റ്റാർ കാർഡ് ഒന്നും നേരിട്ട് കാണിക്കാൻ പറ്റില്ല. അതിലൊരു വ്യക്തി ഒരു ന്യൂഡാണ്, ഡ്രസ്സ് ഇടാതിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ നേരിട്ട് കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നത്. ഇത് ഞാൻ അങ്ങനെ എടുത്ത് കാണിച്ചു കഴിഞ്ഞാൽ എനിക്ക് യൂട്യൂബ് സ്ട്രൈക്ക് കിട്ടും, അതിൻ്റെ വീഡിയോ റിമൂവ് ചെയ്യപ്പെടും കേട്ടോ. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിട്ട് 4 of cups. മിസ്സിങ് എനർജി എന്തായാലും ഉണ്ട് അവിടെ. ഓക്കെ, സ്ട്രെങ്ത്തും ഓവറോൾ എനർജിയിൽ നമ്മൾ കാണുന്നത് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ കൂടുതലായി ടാരോ റിലേറ്റഡ് ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആവുന്നതായിട്ട് കാണുന്നു. അല്ലെങ്കിൽ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ സ്വയം ഒരു ടാരോ റീഡർ ആയിരിക്കാനും സാധ്യതയുണ്ട്. ജ്യോതിഷം, അതേപോലെ ന്യൂമറോളജി, ആസ്ട്രോളജി, ടാരോ, അങ്ങനെയെല്ലാം ഈ ഒക്കൾട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിൽ കൂടുതലായും ഇൻവോൾവ് ആവുന്ന ഒരു പേഴ്സണാണ് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ എന്ന് കാണുന്നു കേട്ടോ. സ്ട്രെങ്ത് വെച്ചിട്ട് ഈ സിറ്റുവേഷൻ അവർ ഒരുപാട് ക്ഷമയോടെ മാത്രമേ കൈകാര്യം ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന് അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. ചിലർ കരിയറിൽ കുറച്ച് ഫോക്കസ് ചെയ്യുന്നതായി കാണുന്നു. ഫാമിലിയിൽ കുറച്ച് ഫോക്കസ് ചെയ്യുന്നതായി കാണിക്കുന്നു. ചിലർ നിങ്ങളെ ഫ്രണ്ട് സോൺ ചെയ്തിരിക്കാം, അതായത് ഫ്രണ്ട്സായിട്ട് മുന്നോട്ട് പോകാം എന്നുള്ള രീതിയിൽ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരിക്കാൻ സാധ്യതയുണ്ട്. 2 of Pentacles വെച്ചിട്ട് ജഗ്ലിംഗ് ആണ്, സംശയത്തിൽ നിൽക്കുന്നതായിട്ട് കാണുന്നു. അതായത് ഉറച്ചൊരു തീരുമാനം എടുക്കാൻ സാധിക്കാതെ സംശയിച്ച് നിൽക്കുന്നതായും കാണുന്നു. സ്റ്റാർ വെച്ചിട്ട് ചിലർ അവരുടെ ലൈഫിലെ ഒരു വെളിച്ചമാണ് നിങ്ങൾ എന്നുള്ള രീതിയിലും ചിന്തിക്കുന്നുണ്ട്. 4 of Cups വെച്ചിട്ട് ഒരുപാട് പേര് നിങ്ങളെ മിസ് ചെയ്യുന്നതായിട്ടും കാണുന്നു. ഓക്കെ, ബേസിക് ഇതാണ്. ഓക്കെ, ഇനി നമ്മളിത് ഓരോന്ന് ക്ലാരിഫൈ ചെയ്ത് വരുമ്പോൾ നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ സാധിക്കും. ഓക്കെ, ക്ലാരിഫൈ. സ്ട്രെങ്ത് വെച്ച് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്, എന്ത് നെക്സ്റ്റ് ആക്ഷൻ ആണ് സ്ട്രെങ്ത് കാർഡ് കൊണ്ട് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ ഉദ്ദേശിക്കുന്നത്, എന്താണ് അവർ പറയാൻ ഉദ്ദേശിക്കുന്നത്. വാട്ട് ആക്ഷൻ ക്യാൻ ബി എക്സ്പെക്റ്റഡ് ഫ്രം ദ ടെമ്പറൻസ്. ഓക്കെ, കിങ് ഓഫ് വാൻഡ്സ്. 3 കാർഡ് ഞാൻ എടുക്കും കേട്ടോ. 3 of Wands. ഇവിടെ 2 സിനാറിയോ നമുക്ക് വരുന്നുണ്ട്. അതായത് ഒന്നുകിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു തേർഡ് പാർട്ടി ഇൻവോൾവ് ആണ്, ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ലോങ് ഡിസ്റ്റൻസിലാണ്. ഓക്കെ, 2 തന്നെ ആയാലും അവിടെ ക്ഷമയോടെ മാത്രമേ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. ബേസിക്കലി ഇവർക്ക് നിങ്ങളോട് സ്നേഹമാണ്. കിങ് ഓഫ് വാൻഡ്സിൻ്റെ എനർജി വെച്ചിട്ട് നിങ്ങളോട് സ്നേഹം തന്നെയാണ്. സിറ്റുവേഷൻ അവിടെ കുറച്ച് എന്താ പറയുക, കുറച്ച് പ്രശ്നമായിട്ട് കാരണം സിറ്റുവേഷനിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതായത് ഒന്നുകിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് അവിടെ, അല്ലെങ്കിൽ നിങ്ങൾ ലോങ് ഡിസ്റ്റൻസിലാണ്. അപ്പോൾ ഇവർ പറയുന്നത് എന്ത് തന്നെ ആയാലും അവിടെ ക്ഷമയോടെ മാത്രമേ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, എടുത്ത് ചാടി ഒന്നും തീരുമാനിക്കാൻ അവർക്ക് സാധിക്കില്ല. അവർ ഒരു ഹീലിങ്ങിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ബാലൻസിലേക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് എന്ന് തന്നെയാണ് ഇവർ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നുകിൽ അവർക്കൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അവിടെ അത് രണ്ടും ബാലൻസ് ചെയ്ത്, അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പും അതേസമയം അവരുടെ ഫാമിലിയും ഈക്വലി ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതായിരിക്കാം. ലോങ് ഡിസ്റ്റൻസിലാണെങ്കിൽ ആ ലോങ് ഡിസ്റ്റൻസ് അവർക്ക് അത് തരണം ചെയ്ത് വരണമെങ്കിൽ സമയമെടുക്കും. അതുകൊണ്ട് തന്നെ ക്ഷമയോടെ പ്രാർത്ഥനയോടെ വെയിറ്റ് ചെയ്യൂ എന്നാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. ഇവർ ഫേമായിട്ട് ഉറച്ച് വിശ്വസിക്കുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഏഞ്ചൽ ഗൈഡൻസ് ഉണ്ട്, ദൈവസഹായം നിങ്ങളുടെ റിലേഷൻഷിപ്പിനുണ്ട് എന്ന് ഇവർ വിശ്വസിക്കുന്നു. കേസ് ബൈ കേസ് എടുത്തോളുക കേട്ടോ. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണെങ്കിൽ അവിടെ അവർ പറയുന്നത് എന്താണ്, അവർ അത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ കുറച്ച് ക്ഷമ കാണിച്ചേ മതിയാകൂ. മറ്റേ ലോങ് ഡിസ്റ്റൻസ് ആണെങ്കിൽ അവർക്ക് ഓടിച്ചാടി നിങ്ങളുടെ അടുത്തേക്ക് വരാനുള്ള സിറ്റുവേഷൻ അല്ല. അവിടെ കുറച്ച് പ്രാർത്ഥനയോടെ വെയിറ്റ് ചെയ്തിരിക്കൂ. അവർക്ക് എന്ത് തന്നെ വന്നാലും നിങ്ങളെ ഇഷ്ടമാണ് എന്ന് തന്നെയാണ് അവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ആക്ഷൻ എന്താണ്, വെയിറ്റിംഗ് എന്നേ ഉള്ളൂ. അവർ ക്ഷമയോടെ വെയിറ്റ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് എന്നാണ് അവിടെ. ക്ലാരിഫൈ 10 of Cups, ക്ലാരിഫൈ 10 of Cups, ക്ലാരിഫൈ 10 of Cups. ഇതിൽ പോസിറ്റീവ് വന്നാലും നെഗറ്റീവ് വന്നാലും നിങ്ങൾ അത് ഒരുപാട് അങ്ങോട്ട് മനസ്സിലേക്ക് എടുത്ത് വെറുതെ ടെൻഷൻ ആവണ്ട. കാരണം ഇത് ജനറൽ റീഡിംഗ് ആണ്. എത്ര പേരുടെ എനർജി ഇതിൽ കണക്റ്റ് ആവേണ്ടതെന്ന് നമുക്ക് യാതൊരു ഐഡിയ ഇല്ല അല്ലേ. ക്ലാരിഫൈ 10 of Cups, ക്ലാരിഫൈ 10 of Cups.
അവിടെ നിങ്ങൾക്കൊരു ടവർ മൂവ്മെൻ്റ് ആണ്. ഓക്കെ, ഹെർമിറ്റ് ആൻഡ് 8 ഓഫ് കപ്സ്. കണ്ടോ, നെഗറ്റീവ് വരുമ്പോൾ ഞാൻ നെഗറ്റീവായിട്ട് തന്നെ പറയും, എനിക്ക് പറയാതിരിക്കാൻ യാതൊരു നിവൃത്തിയും ഇല്ല. ഓക്കെ, നിങ്ങൾക്ക് ഏതെങ്കിലും സ്ഥലത്ത് വെച്ച് എൻ്റെ റീഡിങ് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് നിർത്തിയിട്ട് പോവുക കേട്ടോ. അവിടെ റീഡിങ് കംപ്ലീറ്റ് ഇരുന്ന് കാണണമെന്ന് ഞാൻ നിർബന്ധിക്കില്ല. ഓക്കെ, 10 ഓഫ് കപ്സ് വെച്ചിട്ട് അവിടെ ഫാമിലിക്ക് ഒരു ഇമ്പോർട്ടൻസ് വരുന്നതായിട്ട് കാണുന്നു. അവിടെ നിങ്ങളുടെ ഇടയിൽ ഒരു ടവർ മൂവ്മെൻ്റ് ആണ് ഇപ്പോൾ. നിങ്ങളുടെ റിലേഷൻഷിപ്പ് നാടി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ഞാൻ രാശികൾ വേണമെങ്കിൽ പറഞ്ഞു തരാം, രണ്ടിൻ്റെയും പറയാം കേട്ടോ. അവിടെ ഇവർ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്നും മൂവ് ഓൺ ചെയ്തു പോകാൻ ആണ്, വിഷമത്തോടെ തന്നെയാണ് കേട്ടോ. ഭയങ്കര ഹാപ്പി ആയിട്ടൊന്നും അല്ല ഇവർ മൂവ് ഓൺ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. കാരണം അവിടെ ഒരു പക്ഷേ ഫാമിലിയിൽ അവരുടെ കുഞ്ഞുങ്ങൾ, അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടല്ലോ, അച്ഛൻ അമ്മ, അങ്ങനെ അവർക്ക് ടേക്ക് കെയർ ചെയ്യേണ്ടതായിട്ടുള്ള ഇവരുടെ സപ്പോർട്ട് ആവശ്യമുള്ള കുടുംബമാണ് അവിടെ. അവിടെ ഉറപ്പായിട്ടും അവരെ ഉപേക്ഷിച്ച് മുന്നോട്ട് വരാനോ ഒരു തീരുമാനം എടുക്കാനോ തീരെ സാധിക്കാത്തൊരവസ്ഥയിൽ അവർ നിൽക്കുകയാണ്. അവിടെ വളരെ വിഷമത്തോടെ ആണെങ്കിലും നിങ്ങളുടെ ഇടയിൽ ഒരു ടവർ മൂവ്മെൻറ്റ് വരുന്നതായിട്ടും ഇവർ അതിൽ നിന്നും മൂവ് ഓൺ ചെയ്ത് പോകുന്നതായിട്ടുമാണ്, മൂവ് ഓൺ ചെയ്ത് പോകാൻ തീരുമാനം എടുക്കുന്നതായിട്ടുമാണ് കാണുന്നത് കേട്ടോ. ക്യാൻസർ, സ്കോർപ്പിയോ, പൈസിസ്, കർക്കിടകം, വൃശ്ചികം, മീനം, ഹെർമിറ്റ് വെച്ച് കന്നി രാശി, വിർഗോ കേട്ടോ. ഇതിൽ എന്ന് വെച്ചാൽ ടെമ്പറൻസ്, സാജിറ്റേറിയസ്, ധനുരാശി, ലിയോ, ചിങ്ങരാശി, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം തന്നെ. ഓക്കെ, ആർക്ക് എങ്ങനെ എത്ര റെസനേറ്റ് ആകുന്നു അത്ര മാത്രം എടുക്കുക കേട്ടോ. ഉടനെ ഇത് എൻ്റെ സിനാറിയോ ആണ്, അങ്ങനെയാണ് എന്ന് ഉറപ്പിച്ച് ടെൻഷൻ ആവണ്ട, ഞാൻ വീണ്ടും പറയുകയാണ്. ഓക്കെ, ക്ലാരിഫൈ 3 ഓഫ് കപ്സ്, ക്ലാരിഫൈ 3 ഓഫ് കപ്സ്, ക്ലാരിഫൈ 3 ഓഫ് കപ്സ്. പലരും നിങ്ങളെ ഫ്രണ്ട് സോൺ ചെയ്തിരിക്കാൻ സാധ്യതയുണ്ട് അവിടെ. ഡെത്ത്, ഓക്കെ, പേജ് ഓഫ് സോർട്സ്, ഓക്കെ, ഗുഡ്, ക്വീൻ ഓഫ് വോൺസ്. അതായത് ഇവർ സ്റ്റുഡൻ്റ് ആയിരിക്കും കേട്ടോ. സ്റ്റുഡൻ്റ് ആണ്, നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളുമാണ്. ഓക്കെ, അവിടെ ഇവർ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇവരുടെ ഫീലിംഗ് തുറന്ന് പറഞ്ഞു കാണില്ല. ഓക്കെ, ഇവർ നിങ്ങളുടെ അടുത്ത് ഹൈലി അട്രാക്റ്റഡ് ആണ്. ഓക്കെ, അവിടെ നിങ്ങളുമായൊരു പുതിയ ബിഗിനിങ്ങിന് വേണം എന്ന് അവർ ആലോചിക്കുന്നതായിട്ടും നിങ്ങളുമായിട്ട് ഹൈലി അട്രാക്റ്റഡ് ആണ്. നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഭയങ്കര ലീഡർഷിപ്പ് ക്വാളിറ്റിയൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ എടുത്തു നിൽക്കുന്ന ഒരാളായിരിക്കണം. എല്ലാവരും നിങ്ങളോടായിരിക്കും എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണമെങ്കിൽ നിങ്ങളോടായിരിക്കും എന്ന് അഭിപ്രായം ചോദിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനെ നേർവഴിക്ക് നയിക്കാറുണ്ട്. അങ്ങനെ നിങ്ങളുടെ ക്യാരക്ടറും നിങ്ങളെ കാണാനും ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളുടെ സുഹൃത്തുക്കളിൽ ഏറ്റവും അടുത്തൊരു സുഹൃത്തായിരിക്കണം ഇത്. അവിടെ ഇവർക്ക് നിങ്ങളോടൊരു റൊമാൻറ്റിക് ഫീലിംഗ് ഉണ്ട്. അവിടെ നിങ്ങളുടെ അടുത്ത് ഒരു പ്രപ്പോസലായിട്ട് ഇവർ വരാനുള്ള എല്ലാ സാധ്യതയുമാണ് കാണുന്നത് കേട്ടോ. നെക്സ്റ്റ് ആക്ഷൻ നിങ്ങളുമായൊരു ന്യൂ ബിഗിനിങ് വേണം എന്ന് അവർ ആഗ്രഹിക്കുന്നു. ഫ്രണ്ട് സോണിൽ നിന്നും മാറി ഒരു അടുത്ത ലെവലിലേക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് കൊണ്ടുപോകണം എന്ന് ഇവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, ഭയങ്കര ഓവർ തിങ്കിങ്ങിലാണ് ഇപ്പോൾ കേട്ടോ. നിങ്ങളുടെ റിപ്ലൈ എന്തായിരിക്കും? നിങ്ങളിപ്പോൾ ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ എന്താ പറയുക, നിങ്ങളുടെ റിപ്ലൈ എന്തായിരിക്കും? അവരൊന്ന് പ്രപ്പോസ് ചെയ്താൽ നിങ്ങളത് തെറ്റായിട്ട് എടുക്കുമോ എന്നൊക്കെയുള്ളൊരു ഓവർ തിങ്കിങ് അവിടെ കാണുന്നുണ്ട്. ഓക്കെ, ക്ലാരിഫൈ ഹൈ പ്രീസ്റ്റസ്, ക്ലാരിഫൈ ഹൈ പ്രീസ്റ്റസ്, ക്ലാരിഫൈ ഹൈ പ്രീസ്റ്റസ്. അവിടെ ടാരോ ആണ് കൂടുതലും കാണുന്നത്. 3 ഓഫ് കപ്സ്, ലവേഴ്സ്. ഓക്കെ, ലവേഴ്സ് കാർഡ് കാണിക്കാൻ പറ്റില്ല, അപ്പോൾ ഇങ്ങനെ കാണിക്കാം. ലവേഴ്സ്, 3 ഓഫ് കപ്സ് ആൻഡ് 8 ഓഫ് വോൺസ്. നിങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷനിലുണ്ട്, വളരെ നല്ല റിലേഷൻഷിപ്പിൽ തന്നെയാണ്. ഈ പറഞ്ഞ പോലെ ടാരോ റിലേറ്റഡ് ഒന്നുകിൽ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ റീഡിങ് എടുത്തിട്ടുണ്ട്. ഒരു പക്ഷേ അവിടെ ഒരു തേർഡ് പാർട്ടി ഇൻവോൾവ്മെൻറ്റ് ഉണ്ടായിരിക്കാം. കാരണം 3 ഓഫ് കപ്സ് വരുന്നത് കാരണം ഒരു തേർഡ് പാർട്ടിയുടെ സാന്നിധ്യം അവിടെ കാണുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ ഒരു ടാരോ റീഡിംഗ് ഒക്കെ എടുത്ത് കാണാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ റെഗുലറായിട്ട് ടാരോ കാണുന്ന ഒരാളാണ്, അവരും ആയിരിക്കാം. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾ ഈ ടാരോ റീഡിംഗ് ഇവർക്ക് ഫോർവേഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. റീഡിംഗ് എടുത്തതിൽ ഒരു പോസിറ്റീവ് റീഡിംഗ് നിങ്ങൾക്ക് കിട്ടിക്കാണും. അത് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണ്
ഫോർവേഡ് ചെയ്ത് കൊടുക്കുന്നതായിട്ടും അതിനെക്കുറിച്ച് നിങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ, അതായത് ഡിസ്കസ് ചെയ്യുന്നതായിട്ട്, തമ്മിൽ സംസാരിക്കുന്നതായിട്ടുമാണ് അവിടെ കാണുന്നത്. ഓക്കെ, അതായത് ഇവർക്കൊരു കൺഫർമേഷൻ കിട്ടിയിട്ടുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകും എന്നുള്ള. ഇവിടെ തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ ഞാൻ പറയാറുണ്ട് ഫാമിലി ഇൻ്റർഫിയറൻസും ആയിരിക്കാം കേട്ടോ. നിങ്ങൾ സ്റ്റുഡൻ്റ് ഒക്കെ ആണെങ്കിൽ ഒരു പക്ഷേ അവിടെ ഫാമിലി ഇൻ്റർഫിയറൻസ് ആയിരിക്കും, നിങ്ങൾ ഫ്രണ്ട്സ് ആയിരിക്കും, നിങ്ങൾ സ്നേഹത്തിലായിരിക്കും, നിങ്ങൾ വീട്ടിൽ പറയണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷനിലൊക്കെ ആയിരിക്കും. അവിടെ നിങ്ങളൊരു ടാറോ റീഡിംഗ് എടുത്തു, അവിടെ നിങ്ങൾക്ക് പോസിറ്റീവ് റെസ്പോൺസ് കിട്ടി. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് അടുത്ത ലെവലിലേക്ക് നിങ്ങളുടെ പാരൻസിനോട് പറയാം, തുറന്ന് പറയാം, അങ്ങനെ ഒരു തീരുമാനം എടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഒരു ഫ്രണ്ട് സോണിലാണ്, നിങ്ങൾ ടാരോ റീഡിംഗ് എടുത്തു, അവിടെ പോസിറ്റീവ് റീഡിംഗ് വന്നു, നിങ്ങളുടെ പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹം അവരുടെ അടുത്ത് പ്രകടിപ്പിക്കുന്നതായിട്ടും ഓപ്പണായിട്ട് പറയുന്നതായിട്ട് പ്രപ്പോസൽ കൊടുക്കുന്നതായിട്ടും അങ്ങനെ ഇത് ഏത് രീതിയിൽ വേണമെങ്കിൽ നമുക്ക് വരാം. അതായത് ഈ സ്നേഹത്തെക്കുറിച്ച് ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ ഇടയിൽ, ഒരു തുറന്ന് പറച്ചിൽ നിങ്ങളുടെ ഇടയിൽ നടക്കാൻ പോകുന്നതായിട്ടാണ് അവിടെ കാണുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ നിങ്ങളുടെ അടുത്ത് പ്രപ്പോസ് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട്. നിങ്ങൾ പ്രപ്പോസ് ചെയ്യുന്നതാവാനും മതി. ഈ റീഡിംഗ് ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുത്തിട്ട് അതിനെ ബേസ് ചെയ്ത് നിങ്ങൾ തമ്മിൽ ഡിസ്കഷൻ നടന്നു കാണും. എന്നിട്ട് നിങ്ങൾ അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോയാലോ എന്ന് നമ്മൾ ചോദിക്കില്ലേ, ആ രീതിയിൽ. ഓക്കെ, അപ്പോൾ അവിടെ ഒരു പ്രപ്പോസൽ അക്സെപ്റ്റൻസ് അല്ലെങ്കിൽ ഒരു പ്രപ്പോസൽ അവരുടെ ഭാഗത്തുനിന്ന് ഒരു പ്രപ്പോസൽ അക്സെപ്റ്റൻസ് ആവാം, അല്ലെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് പാരൻസിൻ്റെ അടുത്ത് കാര്യം അവതരിപ്പിക്കുന്നതാവാം. അങ്ങനെ ഒരു സ്റ്റെപ്പ് ഹെഡ് നിങ്ങളുടെ സ്നേഹം മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. ക്ലാരിഫൈ 2 of Pentacles, ക്ലാരിഫൈ 2 of Pentacles, ക്ലാരിഫൈ 2 of Pentacles. അവിടെ ഒരു ജഗ്ലിംഗ് പോലെയാണ്, ഒരു കൺഫ്യൂഷൻ പോലെയാണ് കാണുന്നത്. ഓക്കെ, അവിടെ 7 of Pentacles, ഓക്കെ, 8 of Pentacles ആൻഡ് 9 of Swords. നെഗറ്റീവ് വരുന്നവിടെ ഞാൻ നെഗറ്റീവ് തന്നെ പറയാറുണ്ട് കേട്ടോ. അവിടെ ജഗ്ലിംഗ് വരുന്നതിൻ്റെ കാര്യം വേറൊന്നുമല്ല, അവർക്ക് സാമ്പത്തികമായിട്ട് ഒരു വെയിറ്റിംഗ് പീരീഡിലാണ്. സാമ്പത്തികപരമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകൾ അവരവിടെ ഫേസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ജോലിയിൽ ഒരുപാട് ശ്രദ്ധിക്കേണ്ടതായിട്ട് വരുന്ന ഒരു സമയമാണ് കേട്ടോ. ഓവർ സ്ട്രെസ്ഡ് ആണ്, ഉറക്കമൊന്നുമില്ല, ആങ്സൈറ്റി ഫീൽ ചെയ്യാറുണ്ട്. കാരണം ഇവിടെ ഒരു ജഗ്ലിങ്ങിൽ അവർ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇവിടെ ആക്ഷൻ വരുന്നത്, നെക്സ്റ്റ് ആക്ഷൻ വരുന്നത് നിങ്ങൾക്കായിട്ടല്ല, ഇവർ കുറച്ച് സേവിങ്സിൽ ശ്രദ്ധിക്കുന്നതായിട്ടും ജോലിയിൽ ശ്രദ്ധിക്കുന്നതായിട്ടും അങ്ങനെ കുറച്ച് അതിലേക്ക് കുറച്ചൊന്ന് കോൺസെൻട്രേഷൻ കൂടുതൽ കൊടുക്കുന്നതായിട്ടുമാണ് കാണുന്നത്. ഇവിടെ ജഗ്ലിങ്ങും കൺഫ്യൂഷനും സ്ട്രെസ്സും വരുന്നത് നിങ്ങൾക്കും കൂടിയാണ്. കാരണം നിങ്ങൾ ആലോചിക്കുകയാണ് ഇവരെപ്പോഴാണ് ഇനി ഈ സാമ്പത്തിക പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്ത് നിങ്ങളുടെ അടുത്തേക്ക് ഒരു തീരുമാനമായിട്ട് വരിക എന്നുള്ളൊരു കൺഫ്യൂഷൻ നിങ്ങളുടെ ഭാഗത്തും ഉള്ളതായിട്ട് കാണുന്നു. പക്ഷെ അറ്റ് പ്രസൻറ്റ് അവർക്ക് ജോലിയിൽ ശ്രദ്ധിച്ചേ മതിയാകൂ. അതുകൊണ്ട് തന്നെ ഒന്ന് സമാധാനമായിട്ട് മാത്രമേ മറ്റ് കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നിവർ ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. അവിടെ നെക്സ്റ്റ് ആക്ഷൻ ഇവർ ജോലിയിലേക്ക് കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കുന്നതായിട്ടാണ് കേട്ടോ. ക്ലാരിഫൈ 8 of Pentacles, ക്ലാരിഫൈ 8 of Pentacles, ക്ലാരിഫൈ 8 of Pentacles. അവിടെ വീണ്ടും സാമ്പത്തികം, ജോലി ഒക്കെ തന്നെയാണ് കാണുന്നത്. പേജ് ഓഫ് പെൻറ്റക്കിൾസ്, കിങ് ഓഫ് കപ്സ്, ഓക്കെ, ഏസ് ഓഫ് സ്വാർഡ്സ്. ഓക്കെ, ഇവർ ഒരു പക്ഷേ ജോലി സംബന്ധമായിട്ടൊക്കെ നിങ്ങളെ ഹാങ്ങിങ് ആയിട്ട് നിർത്തി കാണുന്നു. ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ പോലെ അത് എടുത്തോളൂ. അവിടെ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നെങ്കിൽ അവരുടെ അല്ലെങ്കിൽ ജോലി ആവട്ടെ എന്ന് പറഞ്ഞ് ഇവർ വെയിറ്റ് ചെയ്ത് കാണും. നേരത്തെ ഒരു റിലേഷൻഷിപ്പിൽ ഒരു മുന്നോട്ട് പോക്ക് ബ്ലോക്ക് ചെയ്തിരുന്ന എന്തായിരിക്കും, ജോലി ആയിട്ടുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും അവിടെ അവർക്ക് ഒരു ജോലി ഓൾറെഡി കിട്ടിയിട്ടുള്ളതായിട്ട് കാണുന്നു. ഓക്കെ, അവിടെ നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ വരുന്നതായിട്ടും നിങ്ങൾ ഇപ്പോഴും അവർക്ക് സ്നേഹം തന്നെയാണ്, അവർ ഒരു ഉറച്ച തീരുമാനം എടുക്കുന്നതായിട്ടും. ഏസ് ഓഫ് സോർട്സ് പറയുമ്പോൾ ഒരു റിയലൈസേഷൻ അവർക്ക് കിട്ടിയിട്ടുണ്ട്, അവർക്ക് മനസ്സിലായിട്ടുണ്ട് നിങ്ങൾ എത്രത്തോളം അവരുടെ ലൈഫിൽ വേണം എന്നുള്ള ആ ഒരു കാര്യമുണ്ടല്ലോ, അത് അവർക്ക് വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ടുണ്ട്. ഒരു ക്ലാരിറ്റി അവർക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റി കിട്ടിയിട്ടുണ്ട്. അവർക്ക് മനസ്സിലായിട്ടുണ്ട് നിങ്ങൾക്ക് അവരോട് എത്ര സ്നേഹമാണെന്നും അവർക്ക് നിങ്ങളോട് എത്ര സ്നേഹമാണെന്നും ഇവർക്ക് തീർച്ചയായിട്ടും മനസ്സിലായിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു കോണ്ടാക്റ്റ് അവരുടെ ഭാഗത്തിൽ നിന്നും വരുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. അതായത് റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാം, ഒരു സ്റ്റെപ്പ് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് അവിടെ ഒരു കോണ്ടാക്റ്റ് വരുന്നതായിട്ടാണ്
കാണുന്നത്. ഇതിൽ രാശികൾ പറയാൻ ഞാൻ വിട്ടുപോയി അല്ലേ. ബാക്കിയുള്ളതിനൊക്കെ ഈ ഗ്രൂപ്പുകാരുടെ, അതായത് ഫ്രണ്ട് സോൺ ചെയ്തിരിക്കുകയായിരുന്നെങ്കിൽ അവർ നിങ്ങൾക്കൊരു ന്യൂ ബിഗിനിങ് ആയിട്ട് വരുന്നു എന്ന് പറഞ്ഞ് അവിടെ നമുക്ക് വന്നിരിക്കുന്നത് ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം, അതേപോലെ ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു, ലിബ്ര, ജെമിനി, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം, അതേപോലെ ഡെത്ത് വെച്ച് സ്കോർപ്പിയോ, വൃശ്ചിക രാശി. ഇവിടെ അതായത് ലവേഴ്സ്, മറ്റേ നമ്മൾ ഹൈ പ്രിസ്റ്റസിൻ്റെ കാർഡ് പറഞ്ഞില്ലേ, അവിടെ മീനരാശി, പൈസസ് മീനരാശി, മിഥുന രാശി, അതേപോലെ മിഥുനം പറയുമ്പോൾ ജെമിനി, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു. ഇവിടെ അതായത് ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞ അവിടെ ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു. ഓക്കെ, ഇവിടെ ഇപ്പോൾ ലാസ്റ്റ് പറഞ്ഞതിൽ ജോലിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു, ഒരു സ്റ്റെപ്പ് മുന്നോട്ട് പോകും എന്ന് പറഞ്ഞില്ലേ, അവിടെ നമുക്ക് വരുന്ന ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം, ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം, അതേപോലെ ലിബ്ര, ജെമിനി, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം. ഓക്കെ, clarify the star, clarify the star, clarify the star. King of Pentacles. Okay, Knight of Wands and bottom of the deck, Magician. കേട്ടോ, ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ഒരു ഓൾറെഡി റിയലൈസേഷൻ ഉണ്ട്, നിങ്ങൾ അവരുടെ ലൈഫിൽ എത്ര ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ അവരുടെ ലൈഫിൽ വേണം എന്ന് തന്നെ അവർ ഓൾറെഡി തീരുമാനിച്ചതാണ്. ഇവരെന്ത് ചെയ്യുമ്പോഴും നിങ്ങളെക്കുറിച്ച് തന്നെയുള്ള ചിന്തകൾ മനസ്സിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്, മാനിഫെസ്റ്റ് ചെയ്യുകയാണ് നിങ്ങളെ. ഇവർ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളെ പ്രതി പാഷനേറ്റുമാണ് ഇവർ, എന്ന് വെച്ചാൽ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തണം എന്നൊരു ഫീലിംഗ് ആണ് ഇവർക്ക്. നിങ്ങളെ പ്രതി ഭയങ്കര പ്രൊട്ടക്റ്റീവാണ് ഇവർ. നിങ്ങളെ അവരുടെ സംരക്ഷണയിൽ നിർത്തണം, മനസ്സിലായോ? അങ്ങനെ സംരക്ഷിച്ച് നിർത്തണം എന്നൊക്കെയുള്ള ഒരു ചിന്ത വളരെ, എന്ന് വെച്ചാൽ നിങ്ങളെ വിട്ട് കളയാൻ അവർക്ക് പറ്റില്ല. നിങ്ങൾ അവരുടെ ലൈഫിൽ വേണം എന്ന് തന്നെ അവർ ഉറച്ച് തീരുമാനം എടുത്തിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അങ്ങനെ വെച്ചാൽ എന്താണ്, ഇവരെ സംരക്ഷണയിൽ നിങ്ങൾ നിർത്തണം പറയുമ്പോൾ ഇവരുടെ ഫാമിലിയിലേക്ക് നിങ്ങളെ ചേർത്ത് പിടിക്കാൻ ഇവർ തയ്യാറാണ് എന്ന് തന്നെയാണ് അവിടെ മെസ്സേജ് വരുന്നത് നമുക്ക്, കേട്ടോ. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് അടുത്തൊരു ഘട്ടത്തിലേക്ക് മുന്നോട്ട് നീങ്ങുന്നതായിട്ട് തന്നെയാണ് അവിടെ കാണുന്നത്. ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം, ഇടവം ടോറസ് രാശി, അക്വേറിയസ് കുംഭരാശി, അതേപോലെ ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു. ക്ലാരിഫൈ 4 of cups, ക്ലാരിഫൈ 4 of cups, ക്ലാരിഫൈ 4 of cups. 4 of cups ഒന്ന് ക്ലാരിഫൈ ചെയ്ത് ഡിവൈൻ മിസ്സിങ് എനർജിയിൽ ഇരിക്കുന്നതായിട്ടാണ് കൂടുതലായിട്ടും കാണുന്നത്, കേട്ടോ. നൈറ്റ് ഓഫ് സ്വാർഡ്സ്, ഓക്കെ, 2 of wands and 10 of wands. ഇവിടെ ദൂര ദിക്കിലാണ് ഇവർ, വെച്ചാൽ ലോങ് ഡിസ്റ്റൻസ് ആണ്. അവിടെ അവർക്ക് ഇമോഷണൽ ബേർഡൻ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം 10 of സ്വാർഡ്സ്, 10 of wands ആണ്. അവിടെ അവർ വല്ലാതെ ഇമോഷണലി ബേർഡൻഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നു. മിസ്സിങ് എനർജിയാണ് കൂടുതലായിട്ടും കാണുന്നത്, കേട്ടോ. അപ്പോൾ ഇവരുടെ ആഗ്രഹം ഇവർ നിങ്ങളെ കാണാൻ വരുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. കാരണം നൈറ്റ് ഓഫ് സ്വാർഡ്സ് സ്പീഡായിട്ടുള്ള ഒരു മൂവ്മെൻറ്റിൻ്റെ കാർഡാണ്. അവിടെ ലോങ് ഡിസ്റ്റൻസിലാണെങ്കിൽ ഇവർ നിങ്ങളെ അതിഭയങ്കരമായി മിസ്സ് ചെയ്യുന്നുണ്ട്. എത്രയും വേഗം വന്ന് നിങ്ങളെ കാണാൻ ഉള്ള എല്ലാ സാധ്യതയും അവിടെ കാണുന്നുണ്ട്. ഇവർ എബ്രോഡൊക്കെയാണ് ജോലിയെങ്കിൽ ലീവ് എടുത്ത് നിങ്ങളെ വന്ന് കാണാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. അല്ല വേറെ ദിക്കിലാണെങ്കിൽ നിങ്ങളെ വന്ന് ഉടനെ തന്നെ നിങ്ങളെ കാണാനുള്ള എല്ലാ സാധ്യതയും നിങ്ങളുടെ പേഴ്സൻ്റെ സൈഡിൽ നിന്ന് നെക്സ്റ്റ് ആക്ഷൻ അങ്ങനെയാണ് കാണുന്നത്, കേട്ടോ. അവിടെ കൂടുതലായിട്ടും മോൺസ് ആണ് കണക്റ്റ് ആയിരിക്കുന്നത്. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു, ലിബ്ര, ജെമിനി, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം, ടോറസ്, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം. അത്രയുമായിരുന്നു ആ ഗ്രൂപ്പുകാരുടെ. ഓക്കെ, സോ ബേസിക്കലി ഇതായിരുന്നു നിങ്ങളുടെ പേഴ്സൻ്റെ എക്സ്പെക്റ്റഡ് നെക്സ്റ്റ് ആക്ഷൻ. ഓക്കെ, ഒരുവിധം കുറച്ചൊക്കെ പേർക്ക് ക്ലിയർ ആയില്ലേ? നിങ്ങൾക്ക് ഏതാണോ റെസനേറ്റ് ആകുന്ന രീതിയിൽ എടുക്കുക, കേട്ടോ. അപ്പം ഞാൻ ടാറോ വഴി നിങ്ങളുടെ പേഴ്സൻ്റെ കുറച്ച് മെസ്സേജസ് എടുത്തു തരാം.
ഡിവൈൻ ഗൈഡൻസ് നോക്കിയിട്ട് ഒരുപാട് നാളായി. ഡിവൈൻ ഗൈഡൻസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് എന്താണ് എന്ന് നമുക്ക് നോക്കിയിട്ട് റീഡിങ് നിർത്താം. ഡിവൈൻ എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ മെസ്സേജസ് എന്താണ് നമ്മുടെ റീഡിങ്ങുമായിട്ട് റിലേറ്റഡ് ആയിട്ട് കാണിച്ചു തരൂ. റീഡിങ്ങുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള നെക്സ്റ്റ് ആക്ഷനാണ് ഞാൻ നോക്കിയത്. ആ റീഡിങ്ങുമായി റിലേറ്റഡ് ആയിട്ടുള്ള എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ മെസ്സേജസ് എന്താണ് എന്ന് എനിക്കൊന്ന് പറഞ്ഞു തരും. ഈ കാർഡ്സ് കാണിക്കാം, കാരണം അതിനകത്ത് പ്രശ്നമുള്ള പിക്ചേഴ്സ് ഒന്നും ഇല്ല. Three of Cups, Queen of Wands, Hermit, ഒറ്റപ്പെട്ടിരിക്കുന്നു, മിസ്സിങ് എനർജി എന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ. 8 of Pentacles, 7 of Wands, യാത്ര, 9 of Swords, 6 of Cups, മിസ്സിങ് എനർജി വീണ്ടും ഓർക്കുന്നു എന്ന് പറഞ്ഞില്ലേ. 10 of Swords, വീണ്ടും അവർ മാനസികമായിട്ട് ഒറ്റപ്പെടൽ കാരണം പെയിൻഫുൾ സിറ്റുവേഷനിലാണ്. ഹാൻഡ്മാൻ, 10 of Cups, ഡെത്ത്, നൈറ്റ് ഓഫ് സ്വാർഡ്സ്, ബോട്ടം ഓഫ് ദി ഡെക്ക് വന്ന് 4 of Swords, 10 of Cups. ഈ 10 of Cups എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണോ അവരുടെ ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ളതാണോ? പേഴ്സൻ്റെ ഫാമിലിയാണോ ഉദ്ദേശിക്കുന്നത്, എൻ്റെ വ്യൂവേഴ്സിനെയാണോ അവർ ഉദ്ദേശിക്കുന്നത്? 10 of Cups വെച്ച് 5 of Wands. ഓക്കെ, 9 of Swords ഒന്ന് ക്ലാരിഫൈ ചെയ്തിരുന്നു. 2 of Cups, 7 of Wands ഒന്ന് ക്ലാരിഫൈ ചെയ്യൂ. Queen of Pentacles, clarify 10 of Swords, clarify 10 of Swords, 7 of Cups, ക്ലൗഡി മൈൻഡഡ് ആയിട്ട് ഓവർ തിങ്കിങ്ങിലാണ് നിങ്ങളുടെ പേഴ്സൺ കേട്ടോ. അതാണ് അവർ പറയുന്നത്. ഭയങ്കര വേദനയിൽ ഇരിക്കുന്നതായിട്ട് കാണുന്നു. ഓക്കെ, ഏതൊക്കെ ആർക്കൊക്കെ റെസനേറ്റ് ആകുന്ന ആ രീതിയിൽ എടുത്തോളാം മെസ്സേജസ് കേട്ടോ. 3 of Cups വെച്ച് നിങ്ങളെ വന്നൊന്ന് കാണണം, നിങ്ങളുടെ ഒപ്പം കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണം, ഫ്രണ്ട്സ് കൂടെ ഉണ്ടായിരുന്നാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ അവർ പറയാൻ ആഗ്രഹിക്കുന്നു. ഉടനെ നിങ്ങളെ കാണാൻ വരാനുള്ള സാധ്യതയും ഉണ്ട്. ഓക്കെ, ഞാനത് രാവിലത്തെ ഷോർട്സിലും പറഞ്ഞിരുന്നു, റീഡിങ്ങിൻ്റെ ഇടയിലും എനിക്കങ്ങനെ തോന്നിയിരുന്നു നിങ്ങളെ കാണാൻ ഇവർ വരാനുള്ള സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. ക്വീൻ ഓഫ് വാണ്ട്സ് വെച്ച് ഇവർ നിങ്ങളെ പ്രതി ഹൈലി അട്രാക്റ്റഡ് ആണ്. നിങ്ങളുടെ ആ ഒരു പേഴ്സണാലിറ്റി, വ്യക്തിത്വം അവരെ അതിയായി ആകർഷിക്കുന്നു എന്നും പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളെ അവർക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഹെർമിറ്റ് വെച്ച് ഒരു ഒറ്റപ്പെട്ട ഫീലിങ്ങിൽ അവർക്ക് ഇരിക്കുന്നതായിട്ടാണ് അവർ പറയുന്നത്. അതായത് ഒരേ സമയം ഒരുപാട് കാര്യങ്ങൾ ഇവരുടെ മനസ്സിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു റെസ്പോൺസിബിലിറ്റി അല്ല ഇവർക്കുള്ളത്. ഇവരൊക്കെ ഒരുപാട് കാര്യങ്ങൾ അതിൽ ഇൻവോൾവ് ആവേണ്ട ഒരു സാഹചര്യമുണ്ട്. ഒരു പക്ഷേ ജോലിയിലായിരിക്കാം, അല്ലെങ്കിൽ ഫാമിലിയിലായിരിക്കാം. ഒരുപാട് കാര്യങ്ങളിൽ ഇവർ അറ്റ് എ ടൈം തല പുണ്ണാക്കുന്നതായിട്ട് കാണുന്നു. ഓക്കെ, 10 of Swords വെച്ചിട്ട് അവിടെ ഒരു പെയിൻഫുൾ സിറ്റുവേഷൻ ആണ്. അവർക്ക് അവിടെ ആ പ്രശ്നങ്ങളിൽ ഇടപെട്ടേ മതിയാകും എന്നുള്ളൊരു സിറ്റുവേഷൻ ആണ്. ആ ഇതിൽ നിന്നും റെസ്പോൺസിബിലിറ്റീസിൽ നിന്നും ഒഴിഞ്ഞു പോകാൻ ഇവർക്ക് സാധ്യമല്ല എന്ന് ഇവർ പറയാൻ ആഗ്രഹിക്കുന്നു കേട്ടോ. 8 of Pentacles വെച്ച് കുറച്ച് ജോലിയിലൊക്കെ ശ്രദ്ധിച്ചേ മതിയാകൂ. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ് അവർക്കവിടെ. ഓക്കെ, മിക്കവാറും എല്ലാവരുടെയും സിറ്റുവേഷൻ അങ്ങനെ തന്നെയാണല്ലേ. ലൈഫിൽ നമുക്ക് ജോലി ചെയ്ത് സമ്പാദിച്ചാലേ, കുറച്ച് നമ്മളുടെ സേവിങ്സിലൊക്കെ ഒന്ന് ഫോക്കസ് ചെയ്താൽ മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അവരും അത്ര തന്നെ അവിടെ ചെയ്യുന്നുള്ളൂ കേട്ടോ. ജോലിയിൽ കുറച്ച് കൂടുതലായി ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം എന്നാണ് അവർ പറയാൻ ആഗ്രഹിക്കുന്നത്. ഒരു പക്ഷേ നിങ്ങൾ കംപ്ലൈൻറ്റ് ചെയ്യുന്നുണ്ടാവും, നിങ്ങളെ അവർ വിളിക്കുന്നില്ല, നിങ്ങൾക്കായി അവർ സമയം തരുന്നില്ല. നാച്ചുറലി നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തി നമുക്ക് വേണ്ടി കുറേ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ നമ്മൾ ആലോചിക്കുന്നുണ്ടാവും. അവർക്ക് അതിന് ഇപ്പം സാധിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ആ ഇത് ബുദ്ധിമുട്ട് മനസ്സിലാക്കണമെന്നാണ് അവർ പറയാൻ ആഗ്രഹിക്കുന്നത് കേട്ടോ. ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് 7 of Wands നിങ്ങളെ കാണാനായി വരുന്നു എന്ന് തന്നെയാണ് എനിക്ക് ഇവിടെ കണക്റ്റ് ആവുന്നത് കേട്ടോ. നിങ്ങൾ നാട്ടിൽ വർക്കിംഗ് ഒക്കെ ആയിരിക്കും, ഇവർ വേറെ സ്ഥലത്തായിരിക്കും കേട്ടോ. നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഇവർ നിങ്ങളെ കാണാൻ വരുന്നു എന്നാണ് അവിടെ കാണുന്നത്. ഓക്കെ,
അതേപോലെ 9 ഓഫ് സോർട്സ്, ഇവർക്കും ഭയങ്കര മിസ്സിങ് എനർജിയാണ്, ഇവരും ആങ്ഷ്യസ് ആണ്. ഇവർക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഓർത്ത് നിങ്ങളെ സ്നേഹം തന്നെയാണ്. ഓവർ തിങ്കിങ് ആണ്, രാത്രി മുഴുവൻ ഇരുന്ന് എണീറ്റിരിക്കൽ, അതേപോലെ ആങ്സൈറ്റി ഫീൽ ചെയ്യൽ എല്ലാം ഇവർക്കും തോന്നുന്നുണ്ട്. ഓക്കെ, നിങ്ങളെ കാണാൻ ഉറപ്പായിട്ടും ഇവർ വരുന്നുണ്ട്. റീയൂണിയൻ അവർ അതിതീവ്രമായി ആഗ്രഹിക്കുന്നു എന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളെ കാണാൻ ഉറപ്പായിട്ടും ഇവർ വരും. കാരണം ഇപ്പുറത്തെ യാത്രയുടെ കാർഡായിരുന്നു. നിങ്ങളെ കാണാൻ വരുന്നതായിട്ട് തന്നെയാണ് അവിടെ കാണുന്നത്. നിങ്ങൾ തമ്മിൽ കുറേ കാലമായിട്ടുള്ളൊരു ബന്ധമായിരിക്കണം. നിങ്ങളെ പ്രതി ഇവർക്ക് ഒരുപാട് ഓർമ്മകളുണ്ട്. ഇവരതൊക്കെ വളരെ സന്തോഷത്തോടെ ഓർക്കുന്നതായിട്ടാണ് കാണുന്നത്. സന്തോഷവും വിഷമവും ഉണ്ട്, നല്ല ഓർമ്മകളാണ്. ഫോണ്ടായിട്ട് വളരെ സ്നേഹത്തോടെ നിങ്ങളെക്കുറിച്ച്, നിങ്ങൾ തമ്മിൽ സ്പെൻഡ് ചെയ്ത സമയം, നിങ്ങൾ തമ്മിൽ സംസാരിച്ച കാര്യങ്ങൾ, അതെല്ലാം ഇവർ വളരെ ഫോട്ടോസ് എടുത്ത് നോക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, നിങ്ങൾ വളരെ ഫോണ്ടായിട്ട് ആലോചിക്കുന്നു എന്ന്, ഓർക്കുന്നു എന്ന് പറയാൻ ഇവർ ആഗ്രഹിക്കുന്നു കേട്ടോ. അതേപോലെ 4 ഓഫ് സോർട്സ് വെച്ചിട്ട് ഇവർക്ക് സ്ട്രെസ്സ് തന്നെയാണ്, ഉറക്കമൊന്നും ഇല്ല എന്നുള്ളൊരു സിറ്റുവേഷൻ, ഡിപ്രഷൻ, ആങ്സൈറ്റി എല്ലാം ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് ഇവർ പറയുന്നതാണ്. ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ, ലൈക്ക് ലോങ് ഡിസ്റ്റൻസ് ആണെങ്കിൽ, ഇവർ ഒറ്റയ്ക്കാണെങ്കിൽ അവിടെ നമുക്കൊരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യും അല്ലേ. ജോലി സംബന്ധമായിട്ടൊക്കെ ദൂരെയൊക്കെ ആണെങ്കിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്ന അവിടെ നമുക്കൊരു ആങ്സൈറ്റിയൊക്കെ ഫീൽ ചെയ്യും. അതാണ് അവരവിടെ നിങ്ങളെക്കുറിച്ച് തന്നെ ചിന്തിക്കുകയാണ് കേട്ടോ. ചുരുക്കി പറഞ്ഞാൽ ഹാങ്ഡ് മാൻ എന്ന് പറഞ്ഞാൽ ഇവർക്ക് ആ ഇരിക്കുന്ന സിറ്റുവേഷനിൽ അവർ സ്റ്റക്കാണ്. അവിടെ നിന്ന് ഇപ്പോൾ ജോലി ആയാലും ഫാമിലി ആയാലും അവിടെ നിന്ന് പെട്ടെന്ന് ഇങ്ങനെ ഓടി പോരാൻ അവർക്ക് സാധിക്കില്ല. അതുകൊണ്ട് കുറച്ചൊരു വെയിറ്റിംഗ് പീരീഡിൽ ഇരുന്നേ മതിയാകൂ എന്ന് ഇവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. 10 ഓഫ് കപ്സ് ചിലർക്ക് അവിടെ ഒരു ഫാമിലിയുടെ സാന്നിധ്യം ഉണ്ട്. ഓക്കെ, വാട്ട് എവർ ടൈപ്പ് ഫാമിലി ആയാലും അവിടെ ഫാമിലിയുടെ സാന്നിധ്യം അവിടെ ഉണ്ട്. അവരുടെ പ്രൊട്ടക്ഷൻ ഇവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇവർ ആ ഒരു സിറ്റുവേഷനിൽ സ്റ്റക്കാണ് ഇപ്പോൾ. ഓക്കെ, അതിൽ നിന്നും പുറത്ത് കിടക്കാൻ അവർക്ക് സാധിക്കില്ല എന്നും അവർ പറയാൻ അതായത് ഫാമിലിയെ വിട്ട് നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരണം എന്ന് പറഞ്ഞാൽ ഇവർക്ക് അതിന് ഇപ്പോൾ സാധിക്കില്ല എന്ന് തന്നെയാണ് ചിലർ നിങ്ങളോട് പറയുന്നത്. ഓക്കെ, ഡെത്ത് വെച്ചിട്ട് ചിലർ ഒരു ന്യൂ ബിഗിനിങ്ങിന് തയ്യാറാണ് എന്നും പറയുന്നുണ്ട്. ഓക്കെ, ഒരു എക്സിസ്റ്റിംഗ് സിറ്റുവേഷൻ എൻഡ് കുറിച്ചിട്ട് ഒരു സംശയം ഒക്കെ ആയിട്ട് ജഗ്ലിംഗ് ആയിട്ട് അവർ നിൽക്കുകയാണെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ എൻഡ് കുറിച്ചിട്ട് ഇവർ മുന്നോട്ട് പോകാൻ തയ്യാറാണ് എന്നും ചിലർ പറയുന്നുണ്ട്. അതാത് കേസിനറിയോ നിങ്ങൾക്കറിയായിരിക്കും, അതുപോലെ എടുത്തോളുക. ഓക്കെ, അതേപോലെ നൈറ്റ് ഓഫ് സ്വാർട്സ് വെച്ചിട്ട് നിങ്ങളുടെ അടുത്തേക്ക് ഒരു തീരുമാനമെടുത്ത് എത്രയും വേഗം വരണം എന്ന് തന്നെയാണ് ഇവർ ആഗ്രഹിക്കുന്നത്, നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയായിരുന്നു നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജസ് നിങ്ങൾക്കായിട്ട്. അപ്പം നമുക്കിനി ഒരു ഡിവൈൻ ഗൈഡൻസും കൂടെ എടുത്തിട്ട് നിർത്താം. നിങ്ങൾക്കുള്ള ഡിവൈൻ ഗൈഡൻസ് എന്താണെന്നും കൂടെ നമുക്ക് നോക്കാം. ഓക്കെ, കാർഡ്സ് ഞാൻ ഷഫിൾ ചെയ്തു കേട്ടോ, സമയമൊന്നും ലാഭിക്കാൻ വേണ്ടിയിട്ട്. റീഡിങ് ലോങ് ആയി പോകണ്ടെന്ന് വിചാരിച്ച് ഞാൻ കാർഡ്സ് എടുക്കുകയാണേ. ഹാർട്ട് ടു ഹാർട്ട് കൺവേഴ്സേഷൻസ്, ഓണസ്റ്റ്ലി ഡിസ്കസ് യുവർ ഫീലിങ്സ് വിത്ത് ഈച്ച് അതർ. തുറന്ന് സംസാരിക്കേണ്ട ഒരു ആവശ്യം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ട് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു കേട്ടോ. ഡിവൈൻ അതാണ് നിങ്ങളോട് പറയുന്നത്, തുറന്ന് സംസാരിക്കുക, പരസ്പരം തുറന്ന് സംസാരിച്ച് കാര്യങ്ങൾ ക്ലിയർ ചെയ്യുക എന്നാണ് ഡിവൈൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഗിവ് യുവർ റിലേഷൻഷിപ്പ് എ ചാൻസ്, വർക്ക് ഓൺ യുവർ പാർട്ട്ണർഷിപ്പ്. അതാണ്, സംസാരിച്ചാൽ ക്ലിയർ ആകും കാര്യങ്ങൾ. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു ചാൻസ് കൂടെ കൊടുക്കൂ എന്നാണ് ഡിവൈൻ പറയുന്നത്. സംസാരിച്ചാൽ കുറേ കാര്യങ്ങൾ ക്ലിയർ ആകുമെന്ന് തന്നെയാണ് ഡിവൈൻ പറയുന്നത്. റീകൺസിലിയേഷൻ, സംവൺ ഫ്രം യുവർ പാസ്റ്റ് ഇസ് റിട്ടേണിംഗ് ടു യുവർ ലൈഫ്. നിങ്ങളെ വിട്ടുപോയ ഒരാൾ, നിങ്ങളുടെ ഒരു എക്സ് ആയിരിക്കാം, നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു അപ്പോളജിയൊക്കെ ആയിട്ട് തിരിച്ചു വരാൻ ശ്രമിക്കുന്നതായിട്ട് കാണുന്നു. ഓക്കെ, അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനും സംസാരിച്ച കാര്യങ്ങൾ ശരിയാക്കാനും ഒക്കെ ശ്രമിക്കും. ഇവരെ നിങ്ങളുടെ ലൈഫിലേക്ക് എടുക്കണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ മാത്രം തീരുമാനമാണ്. Forgiving and learning, as you release and heal the past, you experience more love in your present moments. ഡിവൈൻ പറയുന്നത് അങ്ങനെ ഒരു എക്സ് തിരിച്ചു വരികയാണെങ്കിൽ, നിങ്ങളെ വേദനിപ്പിച്ചിട്ട് പോയ ഒരാൾ തിരിച്ചു വരികയാണെങ്കിൽ അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോകാനാണ് ഡിവൈൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് കേട്ടോ. അതൊരു എന്താ പറയുക, വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിലാണ് ഞാൻ പറയുന്നത്. സിറ്റുവേഷൻ മൂലം പോയതാണ്, അവർ തെറ്റ് മനസ്സിലാക്കി തിരിച്ചു വന്നാൽ നിങ്ങളുടെ ഇഷ്ടമാണ്, അവരെ എടുക്കണോ വേണ്ടെന്നോ. ഒരുപാട് വേദനിപ്പിച്ചിട്ട് പോയ ഒരാളാണെങ്കിൽ അതിനെ അങ്ങ് വിട്ട് കളയുക, മനസ്സിൽ നിന്നങ്ങ് വിട്ട് കളയുക, മൂവ് ഓൺ ചെയ്ത് പോവുക എന്നാണ് ഡിവൈൻ പറയുന്നത്. കേസ് ബൈ കേസ് എടുത്തോളുക കേട്ടോ. Children, your love life is being affected by children.
ചിലരുടെ പേഴ്സൺ മാരീഡ് ആയിരിക്കാം, അവിടെ കുട്ടികളുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ മാരീഡ്, നിങ്ങൾക്ക് കുട്ടികളുണ്ടായിരിക്കാം. ആ കുഞ്ഞുങ്ങളുടെ പ്രസൻസ് ഓഫ് കോഴ്സ് അതിന് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എന്താ പറയുക, റിലേഷൻഷിപ്പ് ഒന്ന് സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് കാണുന്നു. ഇത് എക്സ്ട്രാ മാരിറ്റലിലുള്ളവർക്കുള്ളതാണ് ഈ പെർട്ടിക്കുലർ ഗൈഡൻസ്. ഓക്കെ, കാരണം നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിൽ കുട്ടികൾ നിങ്ങളുടെ ലൈഫിനെ എഫക്റ്റ് ചെയ്യില്ലല്ലോ, അല്ലേ? നല്ല രീതിയിലല്ലേ അത് എഫക്റ്റ് ചെയ്യുള്ളൂ. പക്ഷേ മറ്റ് സംഭവങ്ങളിൽ, അതായത് എക്സ്ട്രാ മാരിറ്റലൊക്കെ വരുന്ന അവിടെ കുട്ടികൾ ഒരു കൺസിഡറേഷൻ തന്നെയാണ്. സെപ്പറേഷൻ, ടൈം അപ്പാർട്ട് ഫ്രം യുവർ പാർട്ട്ണർ ഈസ് ഓൺ ദി ഹൊറൈസൺ. ചിലർക്ക് ഒരു സെപ്പറേഷൻ വരുന്നതായിട്ടും കാണുന്നു, എല്ലാവർക്കും അല്ല, ചിലർക്ക് ഒരു സെപ്പറേഷൻ വരുന്നതായിട്ട് കാണുന്നു എന്നും ഡിവൈൻ പറയുന്നുണ്ട് കേട്ടോ. ലവ് യുവർ സെൽഫ് ഫസ്റ്റ്. യുവർ സെൽഫ് റെസ്പെക്ട് മേക്സ് യു മോർ റൊമാൻറ്റിക്കലി അട്രാക്റ്റീവ്. സെൽഫ് റെസ്പെക്റ്റ് ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ്. സെൽഫ് ലവ്, സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. അതിലേക്ക് കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്യാനും ഡിവൈൻ നിങ്ങളുടെ അടുത്ത് പറയുന്നു. ഓക്കെ, സെൽഫ് റെസ്പെക്റ്റ് ഉള്ള അവിടെ മറ്റേ ആൾ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുള്ളൂ കേട്ടോ. അട്രാക്ഷൻ, യു അട്രാക്ട് റൊമാൻറ്റിക് ലവ് ബൈ എൻജോയിങ് ദിസ് മൂമെൻറ്റ് ഫുള്ളി. നിങ്ങളുടെ ലൈഫിൽ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു പേഴ്സൺ, ഒരു അട്രാക്ഷൻ വരാനുള്ള എല്ലാ സാധ്യതയുണ്ട് എന്നും ഡിവൈൻ പറയുന്നു. പോസിറ്റീവ് തിങ്കിങ് ആൻഡ് ഫെയ്ത്ത് വിൽ ബ്രിങ് യു റൊമാൻസ്. നിങ്ങളുടെ ലവ് ലൈഫിനെ പറ്റിയിട്ട് പോസിറ്റീവായിട്ട് ചിന്തിക്കാനാണ് പറയുന്നത്. ഓക്കെ, ആ പോസിറ്റിവിറ്റി നിങ്ങളുടെ ലൈഫിൽ നല്ലത് വരുത്തുമെന്നും പറയുന്നു. Calling in your soulmate. Your prayers, affirmations and visualizations help bring you together. മാനിഫെസ്റ്റേഷൻസ് ചെയ്യാനാണ്, അഫർമേഷൻസ് പറയാനാണ്, നടന്നു കഴിഞ്ഞതായി മാനിഫെസ്റ്റ് ചെയ്യാൻ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു കഴിഞ്ഞു എന്നുള്ള രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്യാനാണ് പറയുന്നത്. ലാസ്റ്റ് കാർഡ് കേട്ടോ. പേ അറ്റൻഷൻ ടു ദ റെഡ് ഫ്ലാഗ്സ്. ദ സൈൻസ് ആർ കോഷനിങ് യു. ഫ്രണ്ട്സ് ആണ്, വെൽ വിഷേഴ്സ് ആണെന്നൊക്കെ പറഞ്ഞ് കൂടെ ഇരുന്ന് ചതിക്കുന്നവരുണ്ടോ ഒന്ന് കണ്ണ് തുറന്ന് നോക്കാനാണ് പറയുന്നത്. നെഗറ്റീവ് നോട്ടിൽ നിർത്തേണ്ട ഒരു കാർഡ് കൂടെ എടുക്കാം. ഹീലിംഗ് ഫാമിലി ഇഷ്യൂസ്. യുവർ ലവ് ലൈഫ് ബെനിഫിറ്റ്സ് ആസ് യു ഫോർഗീവ് യുവർ പാരൻസ്. പാരൻ്റൽ ഇഷ്യൂ ഒക്കെ മൂലമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു തടസ്സമായിട്ട് വന്നിരിക്കുന്നതെങ്കിൽ പാരൻസ് അല്ലേ, അവരോട് ക്ഷമിച്ച് കളയുക. അവർ നിങ്ങളെ നല്ലത് മാത്രമേ ചിന്തിക്കുകയുള്ളൂ, അല്ലേ? അവർ കൺസേൺഡ് ആയതുകൊണ്ടാണ് നിങ്ങളുടെ കാര്യത്തിൽ തെറ്റ് പറ്റരുതല്ലോ എന്നൊരു ഫീലിംഗ് നിങ്ങളുടെ പാരൻസിന് സ്വാഭാവികമായിട്ടും ഉണ്ടാവും. അപ്പോൾ അവരോട് ക്ഷമിക്കുക, അവരുടെ ഫീലിങ്സ് മനസ്സിലാക്കുക, അവരോട് ക്ഷമിക്കുക, എല്ലാം ശരിയാകും എന്ന് തന്നെയാണ് ഡിവൈൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. ഓക്കെ, ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ റീഡിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഹൈപ്പും കൂടെ ചെയ്യാൻ മറക്കരുത് പ്ലീസ്. ഹൈപ്പ് ഓപ്ഷൻ ഉള്ളവർ ദയവായി ഹൈപ്പ് ചെയ്യുക. അതേപോലെ വരുന്നതാണ് അടുത്ത ഒരു റീഡിങ്ങുമായിട്ട്. പേഴ്സണൽ റീഡിങ് വേണ്ടവർക്ക് നമ്പർ സ്ക്രീനിൽ കൊടുത്തേക്കാം, കോണ്ടാക്ട് ചെയ്തോളൂ വേണമെങ്കിൽ. ഓക്കെ, അതേപോലെ പുതിയൊരു റീഡിങ്ങുമായിട്ട് നമ്മൾ തമ്മിൽ ഇനി കാണും വരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക, സേഫായിരിക്കുക, സമാധാനമായിട്ടിരിക്കുക, മെയിനായിട്ട് ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക കേട്ടോ. ദൈവം രക്ഷിക്കട്ടെ. ബൈ.